ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ര. രാജാവിന്റെ തേര്. രാജാവിന്റെ വാഹനം. നമ്മള് മലയാളത്തിൽ ആദ്യം പഠിക്കുമ്പോ രാ വെച്ചിട്ട് പഠിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞ. ഒരു ഇന്ത്യൻ സംസ്ഥാനം. രാജസ്ഥാൻ. ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ് ടാഗോർ. അസുഖം ബാധിച്ച വ്യക്തി. രോഗി. രാക്ഷസ സ്ത്രീയെ വിളിക്കുന്നത്. രാക്ഷസ സ്ത്രീയെ ഒരു രാക്ഷസി. ശ്രീകൃഷ്ണന്റെ ഭാര്യ. ഒരു ഭാര്യയുള്ളോ? മറ്റതൊക്കെ കാമുകിമാരുള്ളോ? ശ്രീകൃഷ്ണന്റെ ഭാര്യ. അമ്മിണി പോലെ. രുക്മിണി. ചങ്ങമ്പുഴയുടെ ഒരു കൃതി. ചങ്ങമ്പുഴയുടെ ഒരു കൃതി. കാനന ചായയിലടുമയ്ക്കാൻ ഞാൻ വരട്ടയോ നിന്റെ കൂടെ. അത് പഞ്ചാബി ഹൗസിലെ മറ്റോന്റെ പേരാ, ഹരിശ്രീ അശോകന്റെ പേര്. ആ ബോട്ട് വിക്കണ ഇതില് പൃഥ്വിരാജും മറ്റോളും കൂടിയിട്ട് ഒരു കോളേജിലെ ലാസ്റ്റ് ഒരു നാടകം ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. അതന്നെ. പേര് വേണ്ട. ഈ പഞ്ചാബി ഹൗസിലത്തെ മറ്റേ ഹരിശ്രീ അശോകന്റെ പേരറിയില്ല. സിനിമയിലത്തെ പേരാ പറയണ ഞാൻ. എനിക്ക് ഇനി ഉത്തരം കേൾക്കുമ്പോ എന്ന് പറയണ്ട. രമണൻ. അടുത്തത് യുദ്ധഭൂമിയെ വിളിക്കുന്നത്. യുദ്ധത്തിനെ പറയാ രണം. അപ്പൊ യുദ്ധഭൂമിനെ വിളിക്കുന്നത് ചുവന്ന നിറമുള്ള ഔഷധ ഗുണമുള്ള ഒരു മരം. പുഷ്പ സിനിമയിൽ അവൻ കൊണ്ടുപോണ മരം. ബ്ലഡിന്റെ പേര്. ഒരു വസ്തുവിന്റെ ബാഹ്യ ആകൃതി. ഒരു വസ്തുവിന്റെ ബാഹ്യ ആകൃതി. രൂപം. രാമസേതു സ്ഥിതി ചെയ്യുന്ന സ്ഥലം. രാമസേതു എന്ന് പറഞ്ഞാ രാമൻ ഹനുമാനും കൂട്ടുകാരും കൂടിയിട്ട് പാലുണ്ടാക്കിയില്ലേ? ആ പാലുണ്ടാക്കിയിട്ടുള്ള ശരിക്കുള്ള സ്ഥലം ഇന്ത്യയിലുണ്ട്. ശ്രീലങ്കയിലേക്കുള്ള പാലുണ്ടാക്കിയ ആ സ്ഥലം രാമ വെച്ചിട്ട് തന്നെ തുടങ്ങണേ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ പറയണ? ഇതിന്റെ ഉത്തരം പറയണ കമന്റ് ചെയ്യാം. ഇതിന്റെ ഉത്തരം ഇല്ല. അപ്പൊ മലയാളം. ഇതിന്റെ ഉത്തരം പറയുന്നവർ കമന്റ് ചെയ്യുക. സർവ ഐശ്വര്യവും ധനവും വന്നു ചേരുന്ന യോഗം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നവർ കമന്റ് ചെയ്യണേ. അതാണ് അതിന്റെ ഉത്തരം.